ഹലോ ലോയിറ്റെ, ഗുട്ടൻ ടാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു ഡ്രൈവിംഗ് പരിശീലന വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ജർമ്മനിയിലെ ഓട്ടോബാനിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും ഒരു പ്രത്യേക രീതികളുണ്ട്. ഈ രീതി മനസ്സിലാക്കാത്തതുകൊണ്ട് പലരും ഫെയിൽ ആവാറുണ്ട്. അപ്പോൾ ഓട്ടോബാനിൽ നമ്മൾ കയറുകയാണ്. ഈ കാണുന്ന ആരോ മാർക്ക് കണ്ടാൽ ഉടനെ തന്നെ റൈറ്റിൽ നിന്നും വണ്ടികളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഈ ലൈനിലേക്ക് മാറണം. കാരണം മുമ്പിൽ തടസ്സമുണ്ട്, ഈ വഴി ഇവിടേക്ക് ചുരുങ്ങാൻ പോവുകയാണെന്നാണ് ആ സിമ്പിളിൻ്റെ അർത്ഥം. അതായത് കണ്ടോ, ഈ ലൈനുകൾ ഒരിക്കലും നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല. അതിനുശേഷം നമ്മൾ നല്ലപോലെ സ്പീഡ് കൂട്ടിയിട്ടാണ് ഓട്ടോബാനിലേക്ക് കയറുന്നത്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ ആണ് ഓട്ടോബാൻ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്നും വരുന്ന വണ്ടികൾ വളരെ ശ്രദ്ധിച്ച് അവരെ കഴിഞ്ഞ് കൂടിയ സ്പീഡിൽ വേണം നമ്മൾ ഈ ഓട്ടോബാൻ ഇട്ടത്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ ഡോട്ട് കാണാം. പെട്ടെന്ന് തന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിൽ നിന്നും വണ്ടികൾ വരുത്തുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി നമ്മൾ ഈ ലൈനിലേക്ക് ചേഞ്ച് ആവണം. ഈ ലൈൻ കുറച്ച് കഴിഞ്ഞാൽ അവിടെ എൻഡ് ആവുന്നതാണ് കേട്ടോ. ഇതോടുകൂടി തീരുവാണ്. തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജർമ്മനിയിലെ ഓട്ടോബാനിലെ മിനിമം സ്പീഡ് എന്ന് പറയുന്നത് ഒരു 130 കിലോമീറ്ററാണ്. പല സ്ഥലങ്ങളിലും കൺസ്ട്രക്ഷനോ പ്രത്യേക കാരണങ്ങളോ കൊണ്ട് സ്പീഡ് കുറയാറുണ്ടെങ്കിലും പൊതുവെ ഒരു റെക്കമെൻഡഡ് സ്പീഡ് എന്ന് പറയുന്നത് 130 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ ഓട്ടോബാനിൽ ഒരിക്കലും ചെറിയ സ്പീഡിൽ പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫെയിലാവാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ കൂട്ടിയിടുകൾക്കുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ വന്ന വണ്ടി ഇപ്പോൾ പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മുടെ മുമ്പിലോട്ട് മാറിയത് കണ്ടോ. നമ്മുടെ ലെഫ്റ്റിലുള്ള എക്സ്പ്രസ് വേ ആണ്. ആ വേ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. മാക്സിമം നമ്മൾ ലെഫ്റ്റിൽ ഓവർടേക്ക് കഴിഞ്ഞാൽ കൺവീനിയൻസ് ആയിട്ടുള്ള ഒരു സമയത്ത് ഉടനെ തന്നെ ലൈൻ മാറി നമ്മൾ സെൻട്രൽ ലൈനിലോ റൈറ്റ് ലൈനിലോട്ടോ പോകേണ്ടതാണ്. റൈറ്റ് ലൈനിൽ പൊതുവേ ഭാരം കൂടിയ വണ്ടികൾ, വേഗത കുറഞ്ഞ വണ്ടികളായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരും ഇതേമാതിരി എക്സിറ്റൊക്കെ വരുമ്പോൾ ഇതേമാതിരി ഇൻഡിക്കേറ്റർ ഇട്ട് മാറാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ പോകുന്ന സ്പീഡ് കുറഞ്ഞ വണ്ടികൾക്ക് മുമ്പിൽ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. ഇത് നമ്മളിപ്പോൾ ലെഫ്റ്റ് ലൈനിൽ കയറി ഓവർടേക്ക് ചെയ്തു. ഓവർടേക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സെൻറ്റർ മിററിൽ നമ്മൾ ഏത് വണ്ടിയാണ് ഓവർടേക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ വണ്ടി കാണാൻ തുടങ്ങിയാൽ മാത്രമാണ് ലൈനിലേക്ക് മാറാവുള്ളൂ. ലൈനിൽ മാറിക്കഴിഞ്ഞ് നമ്മൾ അതേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. ഇത് ഇവിടെ ഒരു ഓട്ടോബാൻ എക്സിറ്റ് ആണ്. അതുകൊണ്ട് അവിടെ നീല നിറത്തിലുള്ള 2-3 വരകൾ കാണാം. അതാണ് ഈ ഓട്ടോബാൻ എക്സിറ്റ് ആകുമ്പോൾ നമ്മൾ ആ റൈറ്റ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ട്രാഫിക് ജാമിൽ പെടും. അതുകൂടാതെ നമ്മൾ അതിനകത്ത് പെട്ടുപോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇറങ്ങാനും ഇതേപോലെ ഒരു വഴിയുണ്ട്. ഇറങ്ങാൻ കണ്ടോ, ഇവിടെ റൈറ്റിലേട്ട് ഒരു ആര കണ്ടു. ഈ റൈറ്റിലേട്ടുള്ള ആര കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ആവുക എന്നുള്ളതാണ് അതിനർത്ഥം. പക്ഷേ ഇവിടെ നമ്മൾ സ്പീഡ് കുറയ്ക്കാൻ പാടില്ല. ഈ റൈറ്റിലുള്ള ആരയിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് എക്സിറ്റ് ആവാൻ ഇതേമാതിരി ഡോട്ട്സ് ഉള്ള ലൈനുകൾ വരും. ഈ ഇതിനകത്തേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കയറിയതിന് ശേഷം മാത്രമേ സ്പീഡ് കുറയ്ക്കാവുള്ളൂ. ഇതിൽ കയറി ഉടനെ തന്നെ നമ്മൾ സ്പീഡ് കുറച്ച് ഏതാണ്ട് ഒരു 60 കിലോമീറ്റർ, വലിയൊരു വളവിലായിട്ടാണ് നമ്മൾ വരാൻ പോകുന്നത്, ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ വരുത്തിയതിന് ശേഷം മെല്ലെ മെല്ലെ നമ്മൾ ഈ ഓട്ടോബാനിൽ നിന്ന് എക്സിറ്റ് ആവാണ്. അല്ലാണ്ട് ഓട്ടോബാനിൽ നമ്മൾ മെയിനായിട്ടുള്ള ഹൈവേയിൽ ഒരിക്കലും സ്പീഡ് കുറയ്ക്കരുത്. ഒരേ സ്പീഡിൽ വന്നിട്ട് എക്സിറ്റ് ആവാൻ തന്നിരിക്കുന്ന സ്ഥലത്ത് കയറിയതിന് ശേഷം മാത്രമേ സ്പീഡ് കുറയ്ക്കാവുള്ളൂ. അതും വളരെ ചെയ്യുന്നതാണ്. ഇതിവിടെ ഓട്ടോബാൻ എൻഡ് ആവുകയാണ്, അതിൻ്റെ ഒരു സിമ്പിളുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സാധാരണത്തെ റോഡിലേക്ക് പോവുകയാണ്. ഇവിടെയെല്ലാം ഓൾമോസ്റ്റ് ഒരു 70 അല്ലെങ്കിൽ ഒരു 100 വളരെ ചുരുക്കം വരാറുള്ളൂ. ഒരു 70 ആണ് മെയിൻറ്റെയിൻ ആയിട്ട് സ്പീഡിൽ പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഓട്ടോബാനിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ റോഡിലോട്ട് കയറുമ്പോൾ അവിടെ ഒരു ഗിവ് വേയുടെ സിമ്പിൾ കാണാം. അതും കൂടി ശ്രദ്ധിച്ച് ഗിവ് വേയുടെ സിമ്പിൾ കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ സ്പീഡ് കുറച്ച് നമ്മുടെ ഇടതുവശത്ത് വരുന്ന വണ്ടികൾക്ക് പ്രിയോറിറ്റി കൊടുത്ത് അവർ പോയതിന് ശേഷം മാത്രമേ ഈ റോഡിലോട്ട് കയറാവുള്ളൂ. അത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓഫ് വീഡ് സേൻ ചൂസ്.